ചേച്ചിക്ക് ഒരു പോയിന്റ് ഒരു മാല തരണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചേ ഉള്ളൂ. എന്നാ പിന്നെ വേഗത്തെ വഴിക്കണ്ട. ചേച്ചി എന്നെ സൂചിപ്പിച്ചില്ലേ, ഞാൻ ചേച്ചീനെ ഒന്ന് സൂചിപ്പിച്ചു. സന്തോഷമായില്ലേ? രഞ്ജിനി ഇംഗ്ലീഷ് പടത്തിൽ അഭിനയിക്കണം. അതെന്താ പിഷു അങ്ങനെ പറഞ്ഞ? ഇംഗ്ലീഷ് പടം എന്നെ കാണാൻ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടായിരിക്കും അല്ലേ? അത് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെ മണി 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 പോലെ, അതുകൊണ്ടാണോ? അതല്ല, അവര് 150 വർഷം നമ്മളെ അടക്കി ഭരിച്ചത്. അവരോട് നമുക്ക് ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. ഇയാൾ ആരാ? ആരുടെ കൂടെ വന്നു? ഞാൻ അയാളുടെ കൂടെ വന്നതാ. ഓഹോ, അവൻ കൃഷ്ണന്റെ കൂടെ വന്നു. അവന്റെ കൂടെ നീ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ഒന്നുകൂടി ചൂടായേ. ചൂടാത് ഒന്ന് പോയാ ചേട്ടാ. ഒന്നുകൂടി ചൂടായി ഗണേശേ. ഒന്ന് പോയേ. ഉമ്മേ എടി ചൂടാകുമ്പോ സൗന്ദര്യം കൂടി കൂടി വരണ്ട. നോക്കരുത് വെറുതെ ചുമ്മാ. ആണോ? നീ അയ്യേ, ഇവനാണോ? എന്നെ കൊണ്ട് വയ്യ. ഒരു കാര്യം പറഞ്ഞേക്കാം, അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല. പിന്നെ താൻ എന്നെ പെണ്ണ് കാണാൻ വന്നാണോ? നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലെന്നല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. ഇയാളോട് ഇറങ്ങി പോകാൻ പറ. ഹസ്ബൻഡ് ഗൾഫിലാ. ഹസ്ബൻഡ് ഗൾഫിൽ റൈക്ക് മേടിച്ചിവിടെ വിലസാളുള്ള പരിപാടിയാണല്ലേ? സിഗ്നലൊക്കെ അറിയാവോ? പിന്നെ മായൊക്കെ അറിയാവുന്ന 2-3 സിഗ്നൽ ഒന്ന് കാണിച്ചോ. കാണിക്കട്ടെ. വേറെ ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ട്. അറിയാവുന്നവർക്കറിയാം. 17,000 രൂപയാ കാസ്റ്റ്. കാസ്റ്റ് അല്ല, കോസ്റ്റ്. ഏത് സായിപ്പിനും ഒരു വാക്കൊക്കെ തെറ്റും. ഏട്ടാ ഏട്ടാ, ഞാൻ കുളിമുറിയില്ല. ഒന്ന് സോപ്പ് തേച്ച് തിരുമ്പി തരുമോ പ്ലീസ്? ഇതാ ഞാൻ എത്തിയല്ലോ. നിങ്ങളെ ഇതൊക്കെ നന്നായി സോപ്പ് തേച്ച് കഴുകിയിട്. എനിക്ക് അടുക്കള 100 കൂട്ടം പണിയുണ്ട്. ഇജ്ജെന്തീ കാട്ടണ്? കൂട്ടാൻ വെക്കുക. അപ്പൊ ഉമ്മല്ലേ കാലത്ത് കൂട്ടാണ്ടാക്കി? അത് കഴിഞ്ഞ് ഞാനൊക്കെ ഉണ്ടാക്കിയ 2 ദിവസം ഒരു കേടും വരാതിരിക്കും. അജുണ്ടാക്കി ആരും കൂട്ടില്ല, അപ്പൊ അവിടെ ഇരിക്കും. ഇജ്ജ ഒരു ക്രെഡിറ്റ് ആയി കൊണ്ടിറക്കപ്പോ. നമുക്ക് ജനിക്കുന്ന 2 പെൺകുട്ടികളാണെങ്കിൽ ഒരാൾക്ക് അശ്വതി എന്നും മറ്റേക്ക് ചിഞ്ചു എന്നും പേരിട്ടാലോ? ചിലപ്പോ നമുക്ക് 3 ആൺകുട്ടികളാണ് ജനിക്കുന്നെങ്കിലോ? എന്നാ നമുക്ക് അരുണെന്നും വിഷ്ണു എന്നും സുമേഷ് എന്നും ഇട്ടാലോ എന്ന് പറയുന്നു. എവിടോ എന്തോ തകരാറ് പോലെ. എന്നെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, എന്റെ അടുത്ത് വരല്ലേ, പൊക്കോട്ടെ. ഞാനില്ല ഒച്ച വെക്കും. എന്ത് ഒച്ച വെക്കും? ഒച്ച വെച്ചാൽ ഞാൻ ഉമ്മ വെക്കും. എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. അതെന്താന്നറിയാം ഇഷ്ടപ്പെടാത്തെ? ഇത്ര അടുത്ത് നിന്ന് നോക്കുന്നുണ്ടോ? കുറച്ച് ദൂരെ നിന്ന് നോക്കിയാൽ വലിയ കുഴപ്പം. ലോകത്ത് 2 തരം ഭാര്യമാരുണ്ട്. ഒന്ന്, അവർ വെറും നിഷ്കളങ്കരായിരിക്കും. ഭർത്താവ് ദേഷ്യം പിടിച്ചാലും അവരൊന്നും തിരിച്ചു പറയില്ല. ഭർത്താവിന് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഭർത്താവിന്റെ എന്താ ആഗ്രഹമാണോ അതേ ആഗ്രഹമായിരിക്കും ഈ ഭാര്യക്കും. ഭർത്താവിനോട് ഭയങ്കര റെസ്പെക്ട് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഭാര്യ, നമ്മുടെ ഭാര്യമാർ. ഇന്നലെ രാത്രി ഉറക്കത്തിൽ നീ എന്നെ തെറി വിളിച്ചു. അത് നിങ്ങളെ തോന്നല? തോന്നലൊന്നുമല്ല, ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടതാ. അതല്ല, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. ഡോറ അടച്ചേക്കും. ഇട്ടിന്ന് ഇറങ്ങിട്ട് അടച്ചാ പോരെ? ഞാൻ ഇറങ്ങിയല്ലോ. കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി ഇറങ്ങിക്കൂടെ? അതെന്തിനാ? ഇട്ടം പോകുന്ന എനിക്ക് നോക്കിക്കൊണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇട്ടം പോകുമ്പോ എനിക്ക് കൈ കാണിക്കണം. ശരി, അകത്തേക്ക് കയറ്. ഇനി കൈ കാണിക്കേ.